الشيطان الرجيم بسم الله الرحمن الرحيم. പ്രിയപ്പെട്ട കുട്ടികളെ, 3ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 1ാമത്തെ പാഠം അദ്ദർസുൽ അവ്വലു ഔഹാ റബ്ബുക ഇലൻ നഹ്ലി. നിങ്ങളുടെ റബ്ബ് തേനീച്ചയ്ക്ക് സന്ദേശം അറിയിച്ചു കൊടുത്തു. അതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് പാഠം നോക്കാം. ഔഹാ റബ്ബുക ഇലൻ നഹ്ലി. ഔഹാ റബ്ബുക ഇലൻ നഹ്ലി. നിങ്ങൾ തേൻ കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾ തേൻ കുടിച്ചിട്ടുണ്ടോ? തേൻ നല്ല മധുരമാണ്. തേൻ നല്ല മധുരമാണ്. തേൻ എവിടെ നിന്നു ലഭിക്കുന്നു? തേൻ എവിടെ നിന്ന് ലഭിക്കുന്നു? തേനീച്ചക്കൂട്ടിൽ നിന്നല്ലേ? തേനീച്ചക്കൂട്ടിൽ നിന്നല്ലേ? തേനീച്ച ഒരത്ഭുത ജീവിയാണ്. ഒരത്ഭുത ജീവിയാണ്. നാനാവിധ പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് ഔഷധ ഗുണമുള്ള തേൻ അതുണ്ടാക്കുന്നു. അതിൻ്റെ കൂട് വലിയ അത്ഭുതമാണ്. ഏറ്റവും മെച്ചപ്പെട്ട മെഴുകുപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേൻ ഉൾക്കൊള്ളുന്ന അറകൾ അത് നിർമ്മിക്കുന്നു. വിദഗ്ധരായ എഞ്ചിനീയറെ തോൽപ്പിക്കുന്ന നിർമ്മാണം. തേനീച്ചക്ക് വഴി തെറ്റാതെ സഞ്ചരിക്കാൻ കഴിയും. പൂക്കൾ വിടരുന്ന സമയവും പൂക്കൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കണ്ടുപിടിക്കാൻ അതിനു സാധിക്കും. അവയുടെ കൂട് മികച്ച ഒരു ഭരണകൂടമാണ്. നേതാവും അനുയായികളും പരസ്പരം സഹകരിച്ചും ജോലി ചെയ്തും അച്ചടക്കത്തോടെ ജീവിക്കുന്നു. ഈ കുഞ്ഞു ജീവിക്ക് ഈ കഴിവെല്ലാം ആരു നൽകി? അല്ലാഹു തആലയാണ് അത് നൽകിയത്. അല്ലാഹു തആല പറയുന്നു, അങ്ങയുടെ രക്ഷിതാവ് തേനീച്ചക്ക് സന്ദേശം നൽകി. നീ മലമുകളിൽ കൂടുണ്ടാക്കുക. മരങ്ങളിലും അവർ നിർമ്മിക്കുന്നതിലും കൂടുകെട്ടുക. എല്ലാ ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിക്കുക. നിന്റെ നാഥൻ നിനക്ക് കീഴ്പ്പെടുത്തി തന്ന വഴിയിൽ വഴിയിൽ നീ സഞ്ചരിക്കുക.
തേനീച്ചയുടെ വയറ്റിൽ നിന്നും വിവിധ നിറത്തിലുള്ള പാനീയം പുറപ്പെടുന്നു. അതിൽ ജനങ്ങൾക്ക് ശമനമുണ്ട്. നിശ്ചയം ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. തേനീച്ചയെ പോലെ ഭൂമിയിൽ അനേകം ജീവജാലങ്ങളുണ്ട്. കടലിലും കരയിലും അന്തരീക്ഷത്തിലും വസിക്കുന്നവ ഇവയെല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എണ്ണിയാലൊടുങ്ങാത്ത താരങ്ങളുമെല്ലാം അവനാണ് പടച്ചത്. അല്ലാഹു തആല എല്ലാ നിലക്കും ഏകനാണ്. എല്ലാം അവനെ ആശ്രയിക്കുന്നു. അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. അവന് കൂട്ടുകാരനില്ല. അവനെപ്പോലെ മറ്റൊന്നില്ല. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. കാരണം അവനാണ് സൃഷ്ടാവ്. അവനല്ലാതെ സൃഷ്ടാവില്ല. അവനല്ലാതെ പൂർണ്ണ അധികാരമുള്ളവനില്ല. എല്ലാ സൃഷ്ടികളും അവന്റെ അധികാരത്തിലാണ്. അവൻ ഉദ്ദേശിക്കാതെ ഒന്നും ഉണ്ടാവുകയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു തആല അല്ലാതെ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആലയുടെ ദൂതനാണെന്നും ഞാൻ മനസ്സിലുറപ്പിച്ചു പറയുന്നു. അല്ലാഹു അഹദ് അല്ലാഹു തആല ഏകനാണ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ്
وأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا